തെരുവ് നായശല്യത്തിനെതിരെ ഒപ്പുശേഖരണ ക്യാമ്പയിനുമായി പെരുമ്പടപ്പ് യുവജന സമിതി. കൊച്ചി കോർപ്പറേഷന്റെ 57-60 ഡിവിഷനുകളിലാണ് തെരുവ് നായശല്യം രൂക്ഷമായിരിക്കുന്നത്. യുവജന സമിതി സ്ഥാപകനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ AM ഷെരീഫ് ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷന്റെ 57-60 ഡിവിഷനുകളിൽ രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് പെരുമ്പടപ്പ് യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണ ക്യാമ്പയിന് തുടക്കമായി. പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുകൾ ശേഖരിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിക്കാനാണ് തീരുമാനം. ഇന്നിപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം ഭയങ്കര രൂക്ഷമാണ്. അറിയില്ല, പക്ഷേ അതുപോലെ തന്നെ ഉപദ്രവം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എത്ര വലിയ സ്നേഹമുള്ള മൃഗമാണെന്ന് കരുതിയാലും അതിനെ കൊല്ലാനുള്ള പോലെയുള്ള ഷെൽട്ടർ സംവിധാനത്തിൽ മാറ്റണമെന്നാണ് നമ്മുടെ ആവശ്യം. പഷ്ണിത്തോട്, SN റോഡ്, കയർ സൊസൈറ്റി പരിസരം, ശ്രീശാസ്ത അമ്പലം പൈറോഡ്, പകൽവീട്, സാന്താമരിയ ദേവാലയ പരിസരം തുടങ്ങിയ മേഖലകളിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമായതായി യുവജന സമിതി ചൂണ്ടിക്കാട്ടി. കൂട്ടമായി സഞ്ചരിക്കുന്ന തെരുവുനായകൾ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്കൂൾ കഴിഞ്ഞും ട്യൂഷൻ ക്ലാസുകൾ കഴിഞ്ഞും മടങ്ങുന്ന കുട്ടികൾ ഭയപ്പാടോടെയാണ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. പല സ്ഥലങ്ങളിലും നായകൾ ആളുകളെ പിന്തുടരുകയും ആക്രമണ സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് പ്രദേശവാസികളിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പാക്കാൻ തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും തെരുവുനായകളെ അടിയന്തരമായി പിടികൂടി അനുയോജ്യമായ ഷെൽട്ടർ സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതിനും ശല്യം പൂർണ്ണമായി പരിഹരിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. യുവജന സമിതി സ്ഥാപകനും CPIM ഏരിയ കമ്മിറ്റി അംഗവുമായ AM ഷെരീഫ് ഒപ്പുശേഖരണ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും തെരുവ് നായകളുടെ ശല്യം രൂക്ഷമാണ്. അപ്പോൾ വർദ്ധിച്ചു വരുന്ന തെരുവ് നായകളെ കോർപ്പറേഷൻ അധികാരികൾ അവരാണതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ നിരവധി പേരെ തെരുവുനായ ആക്രമിച്ച പടം ഉൾപ്പെടെയുള്ള വാർത്തകളാണ് പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നയിക്കാൻ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ഇവർ തയ്യാറായത് തന്നെ വളരെ പ്രശംസനീയമാണ്. യുവജന സമിതി പ്രസിഡന്റ് KP ശൈലൻ, സെക്രട്ടറി ഷിബിൻ തോമസ്, ട്രഷറർ സിജി സോമൻ, മുതിർന്ന അംഗം CS രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. എന്ന് പറഞ്ഞ കാര്യം അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതിനെ വളർത്തേണ്ട രീതിയിൽ വീടുകളിലോ കൂടുകളിലോ പാർപ്പിച്ചുകൊണ്ട് അതിനെ സംരക്ഷിക്കേണ്ടതാണ്. തെരുവിലിട്ട് വളർത്തുന്ന മൃഗസ്നേഹികൾ അതൊന്ന് മനസ്സിലാക്കണം. പ്രദേശവാസികൾ, ശ്രീശാസ്ത ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി അരുൺകുമാർ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്ത് ഒപ്പുകൾ രേഖപ്പെടുത്തി പിന്തുണ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മൈജി എപ്പിക് ഷോറൂം ഇപ്പോൾ മെറൈൻ ഡ്രൈവിൽ. ഹോം അപ്ലയൻസസോ ഗാഡ്ജറ്റ്സോ ഏതായാലും നേരിട്ട് കണ്ട് ഉപയോഗിച്ചു നോക്കി പൂർണ്ണ സംതൃപ്തിയോടെ മൈജി എപ്പിക് ഷോറൂമിൽ നിന്നും പർച്ചേസ് ചെയ്യാം. മൈജി ഫ്യൂച്ചർ എപ്പിക് സ്റ്റോർ നൗ അറ്റ് മെറൈൻ ഡ്രൈവ്. More than a store, an experience.